അമേരിക്ക അതിശക്തമായ ആക്രമണം ഇറാനിൽ നടത്തുകയാണ്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും മിസൈലുകളുമെല്ലാം ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം IRGCയും അതിശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ്. അമേരിക്കയുടെ ജോർദാനിലെയും കുവൈറ്റിലെയും ഒമാനിലെയും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്കൻ ഭാഗത്തും ആൾനാശം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വടക്കൻ ഇറാഖിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു അമേരിക്കൻ സൈനികനും ജോർദാനിൽ നടത്തിയ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികരും ഉൾപ്പെടെ പശ്ചിമേഷ്യയിൽ 18 അമേരിക്കൻ സൈനികർ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും അമേരിക്കൻ സൈനികർ മരിച്ചതിൽ അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിനുണ്ടായ ആൾനാശം അമേരിക്കയുടെ ആക്രമണത്തിൻ്റെ മൂർച്ച കൂട്ടുമെന്നുറപ്പാണ്. അതുകൊണ്ടാണ് തുടർച്ചയായ 9ാം ദിവസവും ഇറാനുമേൽ ശക്തമായ ആക്രമണം അമേരിക്ക ഇപ്പോൾ നടത്തുന്നത്. ഈ ആക്രമണം മാത്രമല്ല, നാവിക ഉപരോധവും അമേരിക്ക ശക്തമാക്കുന്നുണ്ട്. ഹോർമൂസ് വലിയ സേനാവിന്യാസമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത്. 10,000-തോളം സൈനികരാണ് ഹോർമൂസ് കടലിടുക്കിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ അമേരിക്ക ഇപ്പോൾ ഈ സൈനികരുടെ എണ്ണം 50,000-തോളമായി ഉയർത്തിയിരിക്കുകയാണ്. ഡസൻ കണക്കിന് പടക്കപ്പലുകളും 100 കണക്കിന് യുദ്ധവിമാനങ്ങളും 50,000-ത്തിലധികം വരുന്ന സൈനികരുമെല്ലാം ഇറാനെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ് ഹോർമൂസ് കടലിടുക്കിൽ. ഇറാൻ തുറമുഖത്തേക്ക് ഒരു കപ്പലും അടുപ്പിക്കില്ല എന്ന പ്രതിജ്ഞ ചെയ്ത് അമേരിക്ക അവിടെ നിലകൊള്ളുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഇറാനും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഹോർമൂസിൽ പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. എന്തായാലും സമാധാന ഉടമ്പടി ഒപ്പിട്ടതോടുകൂടി ഇറാൻ്റെ മേലുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ ആക്രമണം തുടങ്ങിയതോടുകൂടി സമാധാന ഉടമ്പടികളെല്ലാം അമേരിക്ക കീറിയെറിഞ്ഞു. മാത്രമല്ല, വീണ്ടും ഇറാനുമേൽ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി. ഇറാനിൽ നിന്നും എണ്ണ വിൽപ്പന നടക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹോർമൂസിൽ വലിയ രീതിയിലുള്ള ഉപരോധം ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, റെയിൽ മാർഗം ചൈനയെയും അതോടൊപ്പം തന്നെ റഷ്യയെയും ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളും അമേരിക്ക ആക്രമിച്ച് തകർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ആകെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. ഇറാന് ലോകത്തിൻ്റെ വിപണിയിലേക്ക് അല്ലെങ്കിൽ ചൈനയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊന്നും എണ്ണ എത്തിക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യമുണ്ട്. ഇത് ഇറാനെ സാമ്പത്തികമായി തളർത്തുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക വലിയ യുദ്ധസന്നാഹം ഹോർമൂസ് കടലിടുക്കിൽ നടത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ വൻ നാവികസേനയെ അണിനിരത്തിക്കൊണ്ട് തന്നെ അവിടെ നിന്നും ഇറാൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും ശക്തമായ ആക്രമണം നടത്തുക എന്ന നയമാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇറാൻ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് എതിരെ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിലും അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത. ഇറാനിൽ നിന്നും അമേരിക്കൻ സൈനികരുടെ ശവപ്പെട്ടികൾ അമേരിക്കയിലേക്ക് ഒഴുകുകയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്. ഇറാൻ്റെ ആണവായുധ നയങ്ങൾ അല്ലെങ്കിൽ ആയുധ നിർമ്മാണം, അതാണ് രണ്ട് രാജ്യങ്ങളും ഇറാനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആണവായുധങ്ങൾ ഇറാൻ ഉണ്ടാക്കിയെടുത്താൽ അത് ആദ്യം ഇസ്രായേലിന് നേരെയും അമേരിക്കയ്ക്കെതിരെയും പ്രയോഗിക്കുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണവായുധങ്ങൾ കൈവശപ്പെടുത്താനാണ് ആക്രമണം ആരംഭിച്ചത്. അല്ല എങ്കിൽ ആ ഇറാനിൽ നിലനിൽക്കുന്ന ഇസ്ലാമിക ഭരണകൂടത്തെ തൂത്തെറിയണം. ഇതുവരെയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ സൈനിക ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യ ദിവസത്തിൽ തന്നെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനിയെ വധിക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് IRGCയെ തൊടാൻ കഴിഞ്ഞില്ല. IRGC ശക്തമായ പ്രത്യാക്രമണം തന്നെ നടത്തുകയാണ്. പാതി വഴിക്ക് യുദ്ധം ഉപേക്ഷിച്ച് അമേരിക്കയ്ക്ക് പോകാൻ കഴിയില്ല എന്ന സാഹചര്യമുണ്ട്. അതായത് ഇറാൻ്റെ കയ്യിൽ 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയമാണ് അതിന് കാരണം. ഏതാണ്ട് 90% സമ്പുഷ്ടീകരണം കഴിഞ്ഞാൽ തീർച്ചയായും ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാനാകും. അങ്ങനെ ആണവായുധങ്ങൾ ഇറാൻ്റെ കയ്യിലെത്തിയാൽ ഈ പരമോന്നത നേതാവിൻ്റെ വധത്തിന് ഇറാൻ പകരം ചോദിക്കുമെന്നുറപ്പാണ്. അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഇപ്പോൾ കിടന്നാൽ ഉറക്കം വരാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് ഇറാൻ്റെ സൈനിക ശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കണം, IRGCയെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലണം, അവരുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും തച്ചു തകർക്കണം എന്നാണ് ഇസ്രായേൽ ഉപദേശിക്കുന്നത്. എന്നാൽ അത്ര കണ്ട് കാടടച്ച് വെടിവെക്കാൻ അമേരിക്ക തയ്യാറാകുന്നില്ല. പക്ഷേ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോഴും അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിലാണ് സമാധാന ഉടമ്പടിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത്.
ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഭാഗമായി ഇറാനും അമേരിക്കയും സമാധാന ഉടമ്പടി ഒപ്പുവെക്കുകയും തുടർ ചർച്ചകൾക്കായി മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴാണ് ഈ ഹോർമോസിലൂടെ കടന്നുപോയ വാണിജ്യ കപ്പലുകളെ IRGC ആക്രമിച്ചത്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ നേരിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇത് അമേരിക്കയെ പ്രകോപിപ്പിച്ചു. അമേരിക്ക പിന്നീടങ്ങോട്ട് ഈ സമാധാന കരാറുകളെല്ലാം വലിച്ചു കീറി എറിഞ്ഞ ശേഷം ഇറാനെ അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിശക്തമായ സംഘർഷം ഇറാനിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇറാനിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും അവസ്ഥ അതീവ ഗുരുതരമാണ്. സംഘർഷാവസ്ഥ ഏത് സമയം വേണമെങ്കിലും ഉണ്ടാകാം. ഇറാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും നിർവീര്യമാക്കുന്നതിൽ തിരക്കിലാണ് ഗൾഫ് രാജ്യങ്ങൾ. ചില രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഈ പറയുന്ന ആക്രമണം ഫലിച്ചിട്ടുണ്ട്. അതായത് കുവൈറ്റിലെ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിലടക്കം വലിയ നാശനഷ്ടങ്ങൾ ഇറാൻ ഇതിനോടകം തന്നെ വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം അമേരിക്കൻ സൈനികർ മരിച്ചു എന്ന വാർത്ത കൂടി പുറത്തു വരുമ്പോൾ സംഘർഷം കനക്കാനാണ് സാധ്യത. ഇറാനിൽ ശക്തമായ ആക്രമണം വരും ദിവസങ്ങളിൽ നടക്കുമെന്നുറപ്പ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇറാനിലെ ഇന്ത്യക്കാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇറാനിലെ ഇന്ത്യൻ എംബസി അവിടെയുള്ള ഇന്ത്യക്കാരോട് എത്രയും പെട്ടെന്ന് രാജ്യം വിടാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇറാനിലേക്ക് ഇനിയൊരു യാത്ര ചെയ്യരുത് എന്ന് ഇന്ത്യക്കാരോടും അപേക്ഷിക്കുന്നു. ജോർദാനിലും കുവൈത്തിലും ഒമാനിലും നടത്തിയ ആക്രമണങ്ങളിൽ ഒട്ടനവധി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്തെന്നും അമേരിക്കൻ സൈനികരെ കൊന്നെന്നും ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഇറാൻ്റെ ആണവായുധങ്ങൾ കൈക്കലാക്കാതെ മടങ്ങില്ല എന്ന വാശിയിലാണ് അമേരിക്ക ആദ്യം മുന്നോട്ട് വെച്ചത് ഇറാൻ്റെ ആണവായുധങ്ങൾ അല്ലെങ്കിൽ ഈ യുറേനിയം ശേഖരം മറ്റൊരു രാജ്യത്തിന് കൈമാറണമെന്നാണ്. ഇതാദ്യം അമേരിക്കയ്ക്ക് കൈമാറണമെന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. ഇറാൻ തയ്യാറാകാത്തതോടുകൂടി അമേരിക്ക ആ തീരുമാനം മാറ്റി മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ അതിനും ഇറാൻ വഴങ്ങിയില്ല. കാരണം ഈ യുറേനിയം ഇറാൻ്റെ പരമാധികാരത്തിൻ്റെ അടയാളമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ യുറേനിയം തങ്ങൾ വർഷങ്ങളായി നേടിയെടുത്ത ഒരു അസറ്റാണെന്നും അതൊരു കാരണവശാലും നശിപ്പിക്കില്ലെന്നും ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇറാൻ ഒന്നുകിൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം, അല്ല എങ്കിൽ ഇത് സമ്പുഷ്ടീകരിക്കാൻ കഴിയാത്ത രീതിയിൽ നിർജീവമാക്കി അവർ തന്നെ വെക്കണം എന്നീ രണ്ട് ഓപ്ഷനുകളാണ് അമേരിക്ക ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് രണ്ടും സ്വീകരിക്കാൻ ഇറാൻ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് വീണ്ടും കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ പുതിയ സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാരോട് രാജ്യം വിടാനാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ഈ ഗൾഫ് യുദ്ധത്തിൽ ഇടപെടുന്നുണ്ടെന്നും അവിടെ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നുണ്ട് എന്നും സൂചനയുണ്ട്.